ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന 50 വേർഡ്സും അതിൻ്റെ ഓപ്പോസിറ്റും വിത്ത് മലയാളം മീനിങ്ങുമാണ്. നോക്കാം. ഫസ്റ്റ് വൺ, ആബ്സെൻറ്റ്. ആബ്സെൻറ്റ് എന്ന് പറഞ്ഞാൽ അസന്നിഹിതനായ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ സന്നിഹിതൻ ആയ. പ്രസൻറ്റ്, ആബ്സെൻറ്റ്. നെക്സ്റ്റ് വൺ, accept. What does it mean? സ്വീകരിക്കുക. ഡിക്ലൈൻ എന്ന് പറഞ്ഞാലോ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിരസിക്കുക. അക്സെപ്റ്റ് സ്വീകരിക്കുക, ഡിക്ലൈൻ നിരസിക്കുക. നെക്സ്റ്റ് വൺ, അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ശരിയായ എന്നുള്ള അർത്ഥമാണ്. ഇൻഅക്യുറേറ്റ് എന്നാണെങ്കിൽ ശരിയല്ലാത്ത എന്നുള്ള അർത്ഥമാണ്. അക്യുറേറ്റ് ശരിയായ, ഇൻഅക്യുറേറ്റ് ശരിയല്ലാത്ത. അപ്പോൾ നിങ്ങൾ ഈ വേർഡ്സും അതിൻ്റെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം മീനിങ്ങും നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് ഈ 50 വേർഡ്സും അതിൻ്റെ ഓപ്പോസിറ്റും പഠിച്ചു വെക്കുക. ആശയവിനിമയത്തിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഈ വേർഡ്സുകൾ. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗുണമാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദോഷം. അഡ്വാൻറ്റേജ് ഗുണം, ഡിസഡ്വാൻറ്റേജ് ദോഷം. നെക്സ്റ്റ് വൺ, എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരെ എന്നുള്ള അർത്ഥമാണ്. എഗെയിൻസ്റ്റ് എതിരെ. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി. നെക്സ്റ്റ് വൺ, എഗ്രി എന്ന് പറഞ്ഞാൽ യോജിക്കുന്നു. ഡിസഗ്രി വിയോജിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. എഗ്രി യോജിക്കുന്നു, ഡിസഗ്രി യോജിക്കുന്നില്ല. നെക്സ്റ്റ് വൺ, എലീവ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക എന്നാണ് അർത്ഥം. എലീവ് ജീവിച്ചിരിക്കുക. ഡെഡ് എന്ന് പറഞ്ഞാൽ മരണപ്പെടുക. നെക്സ്റ്റ് വൺ, എലൈ എന്ന് പറഞ്ഞാൽ മിത്രം എന്നുള്ള അർത്ഥമാണ്. എലൈ മിത്രം. എനിമി എന്ന് പറഞ്ഞാൽ ശത്രു. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓൾവേസ് എല്ലായ്പ്പോഴും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓൾവേസ് എല്ലായ്പ്പോഴും. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഓൾവേസ് എല്ലായ്പ്പോഴും, നെവർ ഒരിക്കലും ഇല്ല. നെക്സ്റ്റ് വൺ, ആൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ പഴക്കം ചെന്ന എന്നുള്ള അർത്ഥമാണ്. ആൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ പഴക്കം ചെന്ന. എന്നാൽ മോഡേൺ എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ, ആൻസർ എന്ന് പറഞ്ഞാൽ ഉത്തരം, ക്വസ്റ്റ്യൻ, ചോദ്യം. എ പാർട്ട് തനിയെ എന്നുള്ള അർത്ഥമാണ്. എ പാർട്ട് എന്ന് പറഞ്ഞാൽ തനിയെ. ടുഗദർ എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടു കൂടി, ഒന്നിച്ച്, ഒരുമിച്ച് എന്നൊക്കെയുള്ള അർത്ഥമാണ്. എ പാർട്ട് തനിയെ, ടുഗദർ ഒരുമിച്ച്. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമാവുക. അപ്പിയർ പ്രത്യക്ഷപ്പെടുക, ഡിസപ്പിയർ അപ്രത്യക്ഷമാകുക. ഓക്കെ. നെക്സ്റ്റ് വൺ, എറൈവ്. എറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക എന്നുള്ള അർത്ഥം. ഡിപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയാകുക എന്നുള്ള അർത്ഥമാണ്. എറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക, ഡിപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയാകുക. നെക്സ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കൃത്രിമമായ എന്നൊക്കെ പറയാം. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അഥവാ സാധാരണയായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ, അട്രാക്ഷൻ ആകർഷണമുള്ള. അൺഅട്രാക്ഷൻ ആകർഷണമില്ലാത്ത. എവേക്ക് ഉണർന്നിരിക്കുക, എസ്ലീപ്പ് ഉറങ്ങുക. നെക്സ്റ്റ് വൺ, ബാഡ് മോശപ്പെട്ടത്, ഗുഡ് നല്ലത്. ബാഡ് മോശപ്പെട്ടത്, ഗുഡ് നല്ലത്. ബ്യൂട്ടിഫുൾ ഭംഗിയുള്ളത്, അഗ്ലി വൃത്തികെട്ട. ബ്യൂട്ടിഫുൾ ഭംഗിയുള്ളത്, അഗ്ലി വൃത്തികെട്ട. ബിഫോർ മുൻപ്, ആഫ്റ്റർ ശേഷം. ബിഫോർ മുൻപ്, ആഫ്റ്റർ ശേഷം. ബിഗിൻ തുടങ്ങുക, എൻഡ് അവസാനിപ്പിക്കുക. ബിഗിൻ തുടങ്ങുക, എൻഡ് അവസാനിപ്പിക്കുക. ബിലോ താഴെ, എബവ് മുകളിൽ. ബിലോ എന്ന് പറഞ്ഞാൽ താഴെ, എബവ് എന്ന് പറഞ്ഞാൽ മുകളിൽ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലത്. വോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ചീത്ത. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലത്, വോസ്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നെക്സ്റ്റ് വൺ, ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലത്. വോഴ്സ് എന്ന് പറഞ്ഞാൽ ചീത്ത എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ, ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. സ്മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചെറുത്, അല്ലെങ്കിൽ ലിറ്റിൽ എന്നും പറയാവുന്നതാണ്. ബിഗ് വലുത്, സ്മോൾ ചെറുത്, അല്ലെങ്കിൽ ലിറ്റിൽ ചെറുത് എന്നുള്ളതിന് അത് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ബ്ലാക്ക് കറുപ്പ്, വൈറ്റ് വെളുപ്പ്. ബ്ലെയിം കുറ്റപ്പെടുത്തുക, പ്രൈസ് പുകഴ്ത്തുക. കുറ്റപ്പെടുത്തുക എന്നുള്ളതിന് ബ്ലെയിം എന്നും പുകഴ്ത്തുക എന്നുള്ളതിന് പ്രൈസ് എന്നുമാണ് പറയുക.
ബിറ്റർ കയ്പുള്ള, സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള. ബിറ്റർ കയ്പുള്ള, സ്വീറ്റ് മധുരമുള്ള. ബോറോ കടം വാങ്ങിക്കുക, ലെൻഡ് കടം കൊടുക്കുക. ബോറോ കടം വാങ്ങിക്കുക, ലെൻഡ് കടം കൊടുക്കുക. ബോയ് ആൺകുട്ടി, ഗേൾ പെൺകുട്ടി. ബ്രേവ് ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള. കവാഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമില്ലാത്ത. ബ്രേവ് ധൈര്യമുള്ള, കവാഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ, ബിൽഡ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക. ബിൽഡ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, ഡിസ്ട്രോയ് നശിപ്പിക്കുക. ബ്രോഡ് എന്ന് പറഞ്ഞാൽ വിശാലമായ. ബ്രോഡ് വിശാലമായ. നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ എന്നുള്ള അർത്ഥമാണ്. നാരോ ഇടുങ്ങിയ. കേപ്പബിൾ കഴിവുള്ള എന്നുള്ള അർത്ഥമാണ്. അൺകേപ്പബിൾ കഴിവില്ലാത്ത. കേപ്പബിൾ കഴിവുള്ള, അൺകേപ്പബിൾ കഴിവില്ലാത്ത. കെയർഫുൾ ശ്രദ്ധയുള്ള. കെയർലെസ് ശ്രദ്ധയില്ലാത്ത. കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ള, കെയർലെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത. നെക്സ്റ്റ് വൺ, ചീപ്പ് അഥവാ വിലപിടിപ്പൊന്നുമില്ലാത്ത എന്നുള്ള അർത്ഥമാണ് ചീപ്പ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് വൺ, ക്ലിയർ വ്യക്തതയുള്ള. ക്ലൗഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിയ എന്നുള്ള അർത്ഥമാണ്. ക്ലിയർ വ്യക്തതയുള്ള, ക്ലൗഡി മങ്ങിയ. നെക്സ്റ്റ് വൺ, ക്ലെവർ. ക്ലെവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലിയായ. സ്റ്റുപ്പിഡ് നേരെ അതിന്റെ ഓപ്പോസിറ്റ് വിഡ്ഢി എന്നൊക്കെ പറയാം. ക്ലെവർ ബുദ്ധിശാലിയായ, സ്റ്റുപ്പിഡ് വിഡ്ഢി. നെക്സ്റ്റ് വൺ, ക്ലോസ് അടുത്തുള്ള, ഫാർ അകലെയുള്ള. ക്ലോസ് അടുത്തുള്ള, ഫാർ അകലെയുള്ള. ക്ലോസ് അടുത്ത്, ഫാർ അകലെ എന്നുള്ള അർത്ഥമാണ്, ദൂരെ. നെക്സ്റ്റ് വൺ, കോൾഡ് തണുപ്പുള്ള. ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള. കോൾഡ് തണുപ്പുള്ള, ഹോട്ട് ചൂടുള്ള. കം വരിക, ഗോ പോവുക. കം വരിക, ഗോ പോവുക. കോമൺ സാധാരണയുള്ള. റെയർ കോമൺ അല്ലാത്ത എന്നുള്ള അർത്ഥം. റെയർ ആയിട്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അൺകോമൺ എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. കോമൺ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് റെയർ എന്നോ അല്ലെങ്കിൽ അൺകോമൺ എന്നോ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, കറക്റ്റ്. കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ എന്നുള്ള അർത്ഥം. വ്രോങ് തെറ്റായ, അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന് പറയാം അതിന്റെ ഓപ്പോസിറ്റ്. കറക്റ്റിന്റെ ഓപ്പോസിറ്റ് ഇൻകറക്റ്റ് എന്നോ റോങ് എന്നോ നമുക്ക് പറയാവുന്നതാണ്. കറക്റ്റ് ശരിയായ, വ്രോങ് തെറ്റായ. ക്രിയേറ്റ് സൃഷ്ടിക്കുക എന്നുള്ള അർത്ഥമാണ്. ക്രിയേറ്റ് സൃഷ്ടിക്കുക. ഡിസ്ട്രോയ് നശിപ്പിക്കുക. ക്രിയേറ്റ് സൃഷ്ടിക്കുക, ഡിസ്ട്രോയ് നശിപ്പിക്കുക. ക്രൂവൽ ക്രൂരമായ, കൈൻഡ് ദയയുള്ള. ക്രൂവൽ ക്രൂരമായ, കൈൻഡ് ദയയുള്ള. ഡേഞ്ചറസ് അപകടകരമായ. സേഫ് അപകടം പിടിക്കാത്ത, സേഫ് എന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ, സേഫ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുണ്ട എന്നുള്ള അർത്ഥമാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, അല്ലെ, പ്രകാശം എന്നൊക്കെ പറയാം. ഡാർക്ക് ഇരുണ്ട, ലൈറ്റ് പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം എന്നൊക്കെ പറയാം. ഡേ പകൽ, നൈറ്റ് രാത്രി. ഡിക്രീസ് കുറയ്ക്കുക, ഇൻക്രീസ് കൂട്ടുക. ഡിക്രീസ് കുറയ്ക്കുക, ഇൻക്രീസ് കൂട്ടുക. ഗിവ് എന്ന് പറഞ്ഞാൽ നൽകുക. റിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുക. ഗിവ് നൽകുക, റിസീവ് സ്വീകരിക്കുക. ഇപ്പൊ നമ്മൾ 50 കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡ്സും അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റും വിത്ത് മലയാളം മീനിങ്ങുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതൊരു നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇത്തരത്തിലുള്ള വാക്കുകൾ പരിചയപ്പെടുക, പഠിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ലെസൺസ് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you so much for watching my lessons.